അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമ്മുടെ കുടുംബശ്രീ സാരഥ സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. 100 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മുടെ വിഷ്ണു രോഹിത്തിനെയും ഉപേന്ദ്രനെയും കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ എല്ലാവരെയും നല്ല തല്ല് കൊടുത്ത് നല്ല സുസ്മിതയ്ക്കടക്കം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് പപ്പിമോളുടെ വരവ്. അപ്പോൾ പപ്പിമോൾ വിഷ്ണു അച്ഛനെ തല്ലരുതെന്ന് പറയുന്നു. ശ്യാമയും പറയുന്നു എൻ്റെ ഭർത്താവിനെ തൊട്ട് പോരുന്ന്. അങ്ങനെ അവിടെ കുറച്ച് സീനുകളൊക്കെ ഉണ്ടാകുന്നു. അപ്പം വിഷ്ണു പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് ഒരു ആവശ്യം വന്നാൽ വിഷ്ണു അച്ഛൻ തീർച്ചയായും വന്നിരിക്കും, ഇപ്പം ഞാൻ പോകുന്നു പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ശ്യാമയ്ക്കത് വിഷമാവുന്നുണ്ട്. കാരണം ശ്യാമ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അത് പറയുന്നത് തന്നെ. കാരണം ഇനി എന്ത് ചെയ്യും എന്നറിയാതെ. പിന്നീട് നമ്മുടെ സത്യഭാമ അവരുടെ ബിസിനസ് കാര്യങ്ങൾ പിള്ളയായിട്ട് സംസാരിക്കുന്നതും അതൊക്കെയാണ്. കുറേ ഓർഡർ പിടിക്കണം, അതിന് 100 കൊടുത്ത കുറേ ഇതുണ്ട്, ലിസ്റ്റുകളുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശാലിനി രാഘവൻ നായരെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ സത്യഭാമ ഒരു മൈൻഡും ചെയ്യുന്നില്ല. കാരണം അവർക്കൊരു നന്ദിയില്ലല്ലോ, അവരവളെ നോക്കുന്നു പോലുമില്ല. അപ്പോൾ അച്ഛനെ കാണാൻ വന്നതെന്ന് പറയുന്നു. അപ്പോൾ പിള്ള പറയുന്നു അച്ഛനകത്തുണ്ട് മോളെ പോയി കാണാൻ പറയുന്നു. അപ്പോൾ ശാലിനിയാണ് സത്യഭാമയെ തന്നെ നോക്കുന്നത്. സത്യഭാമ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിൽ ശാലിനി രാഘവൻ നായരുടെ അടുത്ത് പോയി വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു, അറിയുന്നു. അങ്ങനെ കുറച്ച് പണമൊക്കെ എടുത്ത് രാഘവൻ നായരുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്താവശ്യം വന്നാൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ശാലിനി തിരിച്ചു പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലൂടെ ഈ സുസ്മിത, ഉപേന്ദ്രൻ, ചന്ദ്രബോസ് എല്ലാം കൂടി നമ്മുടെ വിഷ്ണുവിനിട്ട് ഒരു പണി കൊടുക്കുന്നുണ്ട്. കാരണം അവർ വിഷ്ണു അവരുടെ വീട്ടിലെത്തി ബഹളം വെച്ചതിന് ഒരു തിരിച്ചടിയാണ്. അപ്പോൾ ലോറിയിൽ എന്തോ സാധനം വെച്ചിട്ടുണ്ട്, ഒന്നെങ്കിൽ സ്പിരിറ്റോ കഞ്ചാവോ എന്തോ സാധനമാണ്, അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ എന്തോ വെക്കുന്നു. അങ്ങനെ ഇവരൊരു ഓട്ടം പോകുന്നിടയ്ക്ക് വഴിയിൽ പോലീസുകാർ തടഞ്ഞു നിർത്തുകയാണ്. അത് തടഞ്ഞു നിർത്തുമ്പോൾ തന്നെ നമുക്കറിയാത് നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെയാണ്. അങ്ങനെ വിഷ്ണുവിനും എന്തോ ഡൗട്ട് അടിക്കുന്നു. അങ്ങനെ പോലീസുകാർ ഫുള്ള് തപ്പുന്നു. അങ്ങനെ എന്തോ സാധനം അതിൽ നിന്ന് ലഭിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ പോലീസ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ നമുക്കറിയില്ല. അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണുള്ളത്. അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ ഈ സങ്കടം കാരണം വിഷ്ണു മോളുടെ അടുത്ത് പോകുന്നുണ്ട്. നമ്മുടെ സത്യയുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരിക്കുന്നു. അവളുടെ കളിയും ചിരിയുമായി കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ലോറിയുമായിട്ടൊക്കെ പോകുന്നത്. അങ്ങനെ വഴിയിലെത്തി ഇത് പോലീസ് വിഷ്ണുവിനെ കൊണ്ടുപോകുമോ, കമലിനെയും വിഷ്ണുവിനെയും പോലീസ് കൊണ്ടുപോകുമോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും. അതെന്താണ് അതിൽ വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഇത് ശാലിനിക്ക് വിഷ്ണുവിനെ രക്ഷിക്കാൻ പറ്റുമോ, ഇതൊക്കെ നാളത്തെ എപ്പിസോഡിലാണുള്ളത്. അപ്പം നമുക്ക് നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.